സുഹൃത്തുക്കളെ, എന്താ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പൊ എന്താ വിഷുവായിട്ട് എല്ലാവരും തിരക്കിലൊക്കെയാണോ? എന്താണ്? എല്ലാവരും തിരക്കിലായിരിക്കുള്ളൂ. നാട്ടിൽ നല്ല തിരക്കായിരിക്കുള്ളൂ. പടക്കം പൊട്ടിക്കല്, പൂത്തിരി കത്തിക്കല്, അതൊക്കെ ഞാൻ ആലോചിക്കണം. കഴിഞ്ഞ വർഷം നമ്മളവിടെ അടിച്ചു പൊളിച്ചു. കഴിഞ്ഞ വർഷം എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് എന്റെ അമ്മ, അച്ഛൻ, അമ്മ, മക്കളെല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു. കമ്പിപ്പൂത്തിരിയൊക്കെ കൊറേ പോയി വാങ്ങിച്ച് അല്ലേ? നമ്മ തലേ ദിവസം കിച്ചുണ്ടായി. വിഷു കഴിഞ്ഞിട്ടാണല്ലോ കിച്ചു ദുബായിക്ക് പോയത്. 3-ാം വിഷുവിന്റെ അന്നല്ലേ പോയത്. 15-ാം തീയതി വിഷു, 18-ാം തീയതി ഇളയ മോൻ ദുബായിക്ക് പോയി കഴിഞ്ഞ വർഷം. ഇപ്പൊ 1 വർഷമായി അവൻ പോയിട്ട്. അവൻ ദുബായില്, ഞങ്ങൾ കുവൈറ്റില്, മൂത്ത ആൾക്കാർ നാട്ടില്. എല്ലാവരും കൂടിയും കഴിഞ്ഞ വർഷം അടിച്ചൊക്കെ പൊളിച്ച് എൻ്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നല്ല സന്തോഷത്തോടു കൂടി വിഷു ആഘോഷിച്ച്. അന്ന് നമുക്ക് വിഷുവിൻ്റെ അന്ന് ബിജുവിൻ്റെ കല്ലിടല് അനിയത്തിരണ്ട അല്ലെ വീടിൻ്റെ. നമ്മ നേരത്തെ ഭക്ഷണമൊക്കെ വെച്ചിട്ട് വീടിന്റെ കല്ലിടലൊക്കെ എനിക്ക് ഓർമ്മയില്ലാട്ടത്. എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ വേറെ ഓർമ്മ വന്നത് കല്ലിടലല്ല, കല്ലിടലിന്റെ ദിവസേ വിഷു എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഈ വർഷമൊക്കെ വീടായിട്ടുണ്ട്, താമസിക്കുന്നത്. അപ്പൊ ഇനി ഇവിടെ എന്താ വെച്ചാൽ ഞങ്ങള് വിഷു ഇപ്പൊ നാളെയാണ് വിഷു. എനിക്ക് ഡ്യൂട്ടിയാണ് ഇവിടെ. എനിക്കെന്നല്ല, ഇപ്പൊ ഇവിടുത്തെ ഞങ്ങളുടെ പ്രവാസികൾ മൊത്തം ഇങ്ങനെ തന്നെയാണ്. നാളെ ലീവ്. അധികം ആൾക്കാർക്ക് ലീവ് ഒന്നും ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ആയിരിക്കുള്ളൂ ലീവ്. വെള്ളിയാഴ്ച അപ്പോ എന്തെങ്കിലും ചെറിയൊരു പരിപാടി എന്തെങ്കിലും നോക്കണം. അത്ര തന്നെ അല്ല പറ്റുമോ? കാരണം വിപുലമായിട്ടൊന്നും ഇവിടെ നടക്കൂല. ഇപ്പൊ പുറത്താണെങ്കിലും പുറത്തൊന്നും പോയി നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഇവിടെ. പിന്നെ യുദ്ധം അവസാനിച്ചിട്ടില്ലല്ലോ ഇപ്പോഴും. കുറവുണ്ട്. ചർച്ചയൊക്കെ പരാജയപ്പെട്ടല്ലേ, എന്താണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പൊ നാട്ടിലെന്താണ് എല്ലാവരും വിഷു അടിച്ചു പൊളിക്കുന്നുണ്ട് അല്ലേ? നമ്മ രണ്ടുപേരും മഞ്ഞക്കിളികളായിട്ടിരിക്കുക. ഇതെന്റെ പഴയതാണ്. എന്റെ പഴയതാണ്. ഇത് പുതിയതൊന്നല്ല. പുതിയത് വാങ്ങിച്ചാണ് എന്റെ ചേട്ടൻ. ഇത് വിഷു കൂടിയാണ് എന്റെ. ഞാൻ സെറ്റും മുണ്ടൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിഷു അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കൊടുക്കാലെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ എടുക്കാനൊന്നും പറ്റുന്നില്ല. ഇവിടെ ആരും കൂട്ടുകൂടി പോവാനൊക്കെ. നമ്മക്ക് ലീവ്, ചേട്ടന് ലീവുള്ള ദിവസം അവർക്ക് ലീവ് ഉണ്ടാവില്ല. കസിൻസുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അവർക്ക് ലീവുള്ള ദിവസം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മള് അന്ന് പോയപ്പോ അവരായിട്ട് ചെന്ന് ഞങ്ങൾ ചായ കുടിച്ച് പോകണം. അപ്പൊ അവർക്ക് ലീവുള്ള ദിവസം ചേട്ടന് ലീവായി പോകും. അങ്ങനെ മാറി മാറിയൊക്കെ ഇവിടെ ലീവ്. അപ്പൊ അത് കാരണം പറ്റുകയാണെങ്കിൽ അല്ലേ ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ വരാം. ഗ്യാസ് സെറ്റും മുണ്ടൊക്കെ അങ്ങനെ തന്നെ ഇവിടെ ഇരിക്കുന്നു. കൊണ്ട് നാട്ടിലൊക്കെ ചെറിയ സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് വിഷുക്കണിയൊക്കെ വെച്ച് കണിയൊക്കെ ഒരുക്കി അല്ല, നമുക്ക് നമ്മ മാത്രം ഒരു ഇതില്ല, ആള് കൂടുമ്പോഴല്ലേ. അതിന്റെ കണിയൊന്നും ഒരു കേട്ടില്ല. പിന്നെ എന്താ പറയാ, ഈ വർഷം നമ്മ വിഷു ആഘോഷിക്കേണ്ട നാട്ടില്. നമ്മ സത്യം പറഞ്ഞ നാട്ടിലുണ്ടാവണ്ടേ. ഞാൻ എന്റെ വെക്കേഷൻ ആയിരുന്നു. ഏപ്രിൽ 1 എന്റെ വെക്കേഷൻ എടുത്തായിട്ട് ഞാൻ നാട്ടിൽ വന്ന് ആഘോഷിച്ച് തിരിച്ചങ്ങോട്ട് ലിജിനായിട്ട് തന്നെ തിരിച്ചു വിചാരിച്ചായിരുന്നു. അപ്പൊ അതെല്ലാം കൊളായി. യുദ്ധം വന്നോട്ട് അടുത്ത വർഷം യോഗം ഉണ്ടെങ്കിൽ ഇനി ഓണല്ലേ, ഓണത്തിന് കിച്ചു വരൂലേ? അതൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ പറയാൻ പറ്റില്ല. അവസ്ഥകൾ അങ്ങനെയൊക്കെ.
ലീവിൻ്റെ അത്രല്ല, അതിൻ്റെ ഫ്ലൈറ്റ് ഓടി കിട്ടണം. ഫ്ലൈറ്റ് ഓടാണ്ട് നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ തന്നെ ഓടും തോന്നുന്നുണ്ട്. കഴിഞ്ഞാല് കുവൈറ്റില് മാത്രമേ പോണ്ടാത്തുള്ളൂ, ബാക്കി എല്ലായിടവും ഓപ്പണായി. കുവൈറ്റില് ഓപ്പണാവണമെങ്കിൽ എനിക്ക് പോണ്ടി വന്നെ നാട്ടിലേക്ക്. വിഷു ആയിട്ടൊന്നും അധികം പർച്ചേസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ആയിട്ടുള്ള പർച്ചേസും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം പ്രത്യേകിച്ച് വലിയ പർച്ചേസും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഡ്രസ്സ് എടുത്തു, അതുപോലെ തന്നെ ചേട്ടനൊരു പനിയൻ എടുത്ത് എനിക്കൊരു ഞാനിപ്പോ മഞ്ഞല്ല, അത് വെള്ളായിരുന്നു ഇട്ടില്ല കേട്ടോ. അങ്ങനെ ഉണ്ടായത് മഞ്ഞ ആയിക്കോട്ടെ വെച്ചാൽ മഞ്ഞ. ചേട്ടൻ വെള്ളിടാൻ പോയപ്പോ ഞാൻ പറഞ്ഞു ചേട്ടൻ വിഷു അല്ല, ഞാൻ മഞ്ഞിട്ടായിരുന്നു, ചേട്ടനും മഞ്ഞ. ഇത് രസം ഒരു നാട്ടിലാണെങ്കിലേ കമ്പിപ്പൂത്തിരി മത്താപ്പൂ കത്തിക്കല് പണികള്. ഇവിടെ എനിക്കൊരു പണിയില്ല കേട്ടോ. കൊറേ വർഷം എത്തിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ എന്തോരം പണിയായിരിക്കുന്നു. ഇരുന്ന് ഉറങ്ങാൻ കിടക്ക ഉറങ്ങാൻ റൂം അല്ലേ. രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോ എഴുന്നേൽക്കും, പുലർച്ചെ ഡ്യൂട്ടിക്ക് പോകും. പുലർച്ചെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എഴുന്നേൽക്കും. അതിന് 4 മണിക്ക് പോയി കഴിയുമ്പോൾ ഞാൻ എന്തെടുക്കണ അപ്പൊ ഞാൻ പിന്നെ കൂടി പോയി ചേർന്നോളാം. ഒരു 10 മണി 11 എത്ര മണിക്കാണ് ഞാൻ കിടന്നുറങ്ങൂല. ചേട്ടൻ പോയി ഇപ്പൊ തന്നെ ഉറക്കം കിട്ടൂല. അത് കൊറേ നേരം 2 മണിക്കൂർ ഇങ്ങനെ വെറുതെ കിടന്നിട്ടുറങ്ങും. 8 മണി 8. 10-10:30 വരെ അല്ലേ. പിന്നെ എന്തിടാ ചോറും കറിയും വെച്ച് ചേട്ടൻ വരുമ്പോഴേ ഊണ് കഴിക്കുള്ളൂ. അപ്പോഴേക്കും മതിയില്ലേ 3:30 3 മണി 4 മണിയൊക്കെ ആവും. അപ്പോൾ ഞാനും കഴിക്കുള്ളൂ. ഞാൻ ചായ കുടിക്കുമ്പോൾ 11 മണിയാവും. പിന്നെ അപ്പോഴേക്കും എനിക്കും വിശക്കുള്ളൂ. പിന്നെ കുറെ ആൾ നമ്മളെ കമന്റ് ഇടുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങള് കുവൈറ്റ് ഓപ്പൺ ആയില്ലേ, പോകാനായില്ലേ. കുറെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട്. കുവൈറ്റില് ഇപ്പൊ വെച്ചാല് കുവൈറ്റിൽ ഇപ്പോ ഫ്ലൈറ്റ് കുവൈറ്റിൽ നിന്ന് ഫ്ലൈറ്റ് ഇല്ല കേട്ടോ. ഫ്ലൈറ്റ് ഇവിടെ നിന്നില്ല. ഇവിടെ നിന്ന് സൗദിയിലേക്ക് പോകണം. സൗദിയിലേക്ക് പോയിട്ട് സൗദിയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. സൗദിയിലേക്ക് ബസ്സിനാണ് പോവുക. ബസ്സിന് പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് പോകുന്നത്. ആ പാക്കേജാണ്. പിന്നെ ചെറിയ നമ്മള് ട്രാൻസിസ്റ്റ് വിസ ഒക്കെ എടുക്കണം. എംബസി മുഖേന ട്രാൻസിസ്റ്റ് വിസ ഒക്കെ എടുത്തിട്ട് വേണം പോണത്. അത് ഭയങ്കര പൈസ പറ്റാകില്ല. കുഴപ്പമൊന്നുമില്ല. 1 മാസത്തെ വാലിഡിറ്റി വേണം വിസക്ക്. പിന്നെ അത് ട്രാൻസിസ്റ്റ് വിസ എടുക്കണം. ആ വിസ എടുക്കണ സമയത്ത് 3 ദിവസത്തെ വാലിഡിറ്റി ഉള്ള വിസക്ക്. അതിൻ്റെ ഉള്ളിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം റെഡി ആവണം. ഭയങ്കര പൈസ, ഭയങ്കര ചാർജാണ്. നമുക്ക് വിസിറ്റേഴ്സൊക്കെ അടിച്ചു തരണം. ആ വഴി പോകണം നിർബന്ധമില്ല. ഒരു എല്ലാ മാസവും വിസ തീരുമ്പോ അവര് റിന്യൂ ചെയ്ത് തരുന്നുണ്ട് വിസ. അതിന്റെ പേരില് വേറെ പ്രശ്നങ്ങളൊന്നും സുഖമായിട്ട് എയർപോർട്ട് ഓപ്പൺ ആയാലേ നമുക്ക് കൊണ്ടുവരും. എയർപോർട്ട് ഓപ്പൺ ആയ ഉടനെ എനിക്കിപ്പോ ഞാനിപ്പോ ഇവിടെ നിക്കണതിന് ചേട്ടന് ലാഭം. അല്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ 3 മാസം എന്തെങ്കിലും കൊണ്ടുവരണ്ടായിരുന്നു. അത് അവർക്ക് അറിയില്ലല്ലോ. ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ സ്ഥിരം നിക്കാൻ വേണ്ടിയില്ല പറയാൻ. എന്തായാലും പോയാലും തിരിച്ച് അപ്പൊ തന്നെ തിരിച്ചു കൊണ്ടുവരും എന്നൊരു രീതിയിൽ തന്നെയാണ് ഞങ്ങൾ നിക്കുന്നത് ഇവിടെ. എന്ന് വെച്ചാൽ കൊറേ കാലം ഞങ്ങൾ ഒരുമിച്ച്. ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 26 വർഷമായി 26 വർഷത്തില് ഏകദേശം ഒരു ഇപ്പൊ ഈ 4 മാസം അടുപ്പിച്ച് നിക്കുന്നത് നിന്നിട്ടുണ്ട്. ഇല്ലാന്നില്ല. ഞാൻ എൻ്റെ വീട് ഒക്കെ പണിയുന്നതിന് മുമ്പായിട്ടൊക്കെ 3 മാസം 3.5-4 മാസമൊക്കെ നിന്നിട്ടുണ്ട്. അടുപ്പിച്ച് നിന്നിട്ടൊക്കെ ഉണ്ട്. അവര് സ്വന്തം വിസ ഒക്കെ അടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് കുറച്ചധികം കാലമൊക്കെ നിന്നിട്ടുണ്ട്. അന്ന് കുട്ടികളൊക്കെ അവര് ചെറുതായിരുന്നല്ലോ. അപ്പൊ അവരെ വീട്ടിൽ എൻജോയ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ 4 മാസമൊക്കെ നിന്നിട്ടുണ്ട്. വിസ സ്വന്തമായിട്ടൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത്. ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റൂല. ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ വിസ തരുമ്പോൾ അവർ പറയുന്ന ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചെത്തണം. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ. 30-35 ദിവസമൊക്കെ അന്നേരം ഞാൻ നിൽക്കും. 45 ദിവസം 50 ദിവസമൊക്കെ നിൽക്കും. വർഷം വരുമ്പോൾ 2 മാസമൊക്കെ നിൽക്കും. നമുക്ക് വേറൊരു കാര്യം ഇതുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഫ്ലൈറ്റ് ഓടാത്തതിൻ്റെ ഒരു കാര്യമുണ്ട്. നമുക്ക് ടിക്കറ്റ് പൈസ ലാഭമാണ് ഇപ്പൊ.
അല്ലെങ്കിൽ ഇപ്പൊ ലീജിനിപ്പം പോയി രണ്ടാമത് വരേണ്ട സമയം ആയില്ല, പോയി വരൂല. ഏപ്രിൽ വിഷു കഴിഞ്ഞിട്ട് ഞാനിപ്പോ പോകാനുള്ള ഏപ്രിൽ ഇവിടെ ഉണ്ടാവണ്ടായിരുന്നു. അല്ല, വിഷു കഴിഞ്ഞിട്ട് വിഷു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മ ഒരുമിച്ച് ഇങ്ങോട്ട് പോരണ്ടേ വിഷു കഴിഞ്ഞിട്ട് ഏപ്രിൽ. ടിക്കറ്റ് എനിക്ക് പൈസ ചേട്ടൻ എന്നെ വിട്ടിട്ട് ചേട്ടൻ എനിക്ക് വിസയും കൊണ്ട് വരാം. എന്തായാലും എനിക്ക് 3 മാസം ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. 3 മാസം എവിടെയെങ്കിലും വീട്ടില് മാറി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ 4 മാസം ഞങ്ങള് ഒരുമിച്ച് ഇപ്പൊ നിൽക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് 4 മാസം നിൽക്കുന്നത് കേട്ടോ. ഇനി ഒരുമിച്ച് തന്നെ നിക്കാന്ന് വിചാരിച്ചു. അതെ. എവിടെയായാലും ഗൾഫായാലും നാടായാലും ഇവിടെയാണെങ്കിൽ ഇവിടെ പറ്റൂലെങ്കിൽ നേരെ നാട്ടിൽ തിരിച്ച് അവിടെ വണ്ടി വിടാം, ഒരുമിച്ച് തന്നെ ജീവിക്കും. ഇനിയിപ്പോ വിസക്ക് വിസിറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ ചേട്ടൻ എന്തായാലും ക്യാൻസൽ ചെയ്യും എന്നാണ് പറയണ. ചേട്ടന് വിസിറ്റിങ്ങിലെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. വിസിറ്റ് എന്നെ കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ ചേട്ടൻ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് നിൽക്കുമെന്നാണ് പറയുന്നത് അല്ലേ? തനിച്ചുള്ള ജീവിതമൊക്കെ മതി. ഭാര്യക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കുന്നത് നമുക്ക് തന്നെ ഒരു ഇതിൽ നിശ്ചയമില്ല. മതി. മതിയായി. 26 വർഷം നിന്നില്ലേ? ഇനി ഞാനുണ്ടെങ്കിൽ നിൽക്കും 1-2 വർഷം കൂടി വിചാരിച്ചൊക്കെയായിരുന്നു. ഇനി എനിക്ക് വിസ കിട്ടിയില്ലെങ്കിൽ ചേട്ടൻ, ഞാനിപ്പോ അങ്ങനെ പോയിട്ട് എനിക്ക് വിസ കിട്ടിയില്ലെങ്കിൽ ചേട്ടൻ ക്യാൻസൽ ചെയ്ത് വരും. എന്തായാലും നാട്ടിൽ നിൽക്കും ഇത് പറയണത്. ഇപ്പൊ പറയുന്നുണ്ട്, ഇനി മാറ്റുമോ എനിക്കറിയില്ല. മാറ്റം അങ്ങനെ ഉണ്ടാവും. കൂടുതൽ ഒരു 95% കുറവാണ്. 5% പിന്നെ മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇനി ഒരുമിച്ച് തന്നെ നിൽക്കാം. ഇനി ഞാൻ ചേട്ടനെ വിട്ടു പോകൂല. ഇപ്പൊ എനിക്ക് കുറെ നാള് ചേട്ടൻ കൂടെ നിന്നിട്ട് ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ ഇഷ്ടമില്ല. എനിക്ക് ചേട്ടൻ വിട്ടു പോകാൻ ഇഷ്ടമില്ല. ഞാനിപ്പോ അക്കാമ്മ പ്രശ്നം കാരണം അല്ലെങ്കിൽ എന്നെ കൂടി പോകുന്നതാണ്. ഇപ്പൊ പ്രശ്നങ്ങളുണ്ട്, ജോലിക്ക് ഭയങ്കര പ്രശ്നമാണ്. കമ്പനിയിലും പ്രശ്നമാണ്, ഒരുപാട് പ്രശ്നമുണ്ട്. ഞങ്ങളുടെ കമ്പനി തന്നെ ഒരുപാട് ആൾക്കാരെ ടെർമിനേഷൻ ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. എപ്പോഴാണ് അടുത്ത വർഷത്തിന് നിൽക്കൂല. അല്ല, അടുത്ത വർഷമല്ല, ഈ ഫ്ലൈറ്റ് ഓർഡറിന് മുമ്പ് ടെർമിനേഷൻ ഉണ്ടാവും. പിന്നെ എന്റെ വിസ തീർത്തിക്കാണ്. വിസ അടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കമ്പനിക്ക് എന്തോ പ്രശ്നമുണ്ട്, അതിൻ്റെ പേരിൽ വിസ അടിക്കാൻ പറ്റൂല. അവര് ഇനി ഒരു മാസം ഇങ്ങനെ അവര് പുതുക്കി തരുള്ളൂ. അങ്ങനെയൊക്കെയാണ് സംഭവം പറഞ്ഞേക്കണ കമ്പനി. എനിക്ക് കുവൈറ്റ് കാണാൻ പറ്റിയില്ല. ഇപ്പൊ ചേട്ടൻ നാട്ടിൽ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നെ കാണിച്ചത് ചേട്ടന് ഭയങ്കര ആഗ്രഹം. എനിക്കുണ്ടായിരുന്നു കേട്ടോ ആഗ്രഹം. ചേട്ടൻ 10-26 വർഷം നിന്ന നാട് എന്തായാലും എനിക്ക് കാണണം. ഇവിടെ വന്നപ്പോഴാണ് ഗൾഫുകാരുടെ എന്താന്ന് മനസ്സിലായത് എല്ലാവരും വന്നിരിക്കണം, കാണണം. എനിക്ക് വിഷമമായി ഫസ്റ്റ്. നമ്മ നാട്ടില് കുമ്പികരിക്കുന്നു എന്താന്നല്ലേ. നാട്ടില് ഇപ്പൊ 1 മാസം അല്ലെ 2 മാസം ലീവിന് വരുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവര് എല്ലാവരും നല്ല കേട്ടോ. പ്രവാസികളുടെ ഉദ്ദേശം അവര് പ്രത്യേകിച്ച് ഗൾഫുകാർ, മറ്റു രാജ്യങ്ങളിലല്ല ഞാൻ പറയുന്നത്. ഈ ഗൾഫിലുള്ള ആൾക്കാർ എല്ലാവരും ഭയങ്കര ഹൈ സാലറിയുള്ള ആൾക്കാരല്ല. നമ്മളെ പോലെ സാധാരണ ഉള്ളൊരു സാലറി ഉള്ള ആൾക്കാരൊക്കെ തന്നെ കൂടുതലുള്ളത്. ഹൈ സാലറി ഉള്ള ആൾക്കാർക്ക് ഒരുപാട് നല്ല ശമ്പളം വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊന്നും അത് ബാധകമല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ബാധകമില്ല. കാരണം വെച്ചാൽ എല്ലാത്തവര് രണ്ടറ്റം കൂട്ടിമുട്ടിക്കേണ്ട ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞത്. എന്താണ്, എങ്ങനെയാണ് ഒരു പ്രവാസി എന്നുള്ളത്. അത് ഞാനിപ്പോ എൻ്റെ ഒരു ജീവിതത്തിൽ എൻ്റെ ഒരു ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ തീരുമാനമേ എൻ്റെ ഒരു എന്താ പറയാ, ഈ പ്രവാസം എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, അതെ, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, അത് ഒരു എൻ്റെ മാത്രമല്ല, അത് പ്രവാസികൾ മൊത്തം ഒരു സംസാരമായിട്ട് തന്നെ വരും. അത് അതിൽ എൻ്റെ ജീവിതം എന്താണ്, എത്ര നാളത്തെ അല്ല ഇത്ര നാളും 26 വർഷം ഇവിടെ ജോലി ചെയ്തു. എന്തിന്, ആർക്ക് വേണ്ടി എന്നുള്ളൊരു ചിന്ത ഉണ്ട് എല്ലാ പ്രവാസികൾക്കും ഉണ്ട് കേട്ടോ. എനിക്കും ഉണ്ടത്. എന്തിനു വേണ്ടി ഇത്രയും വർഷം നിന്നു, അത് എന്ത് നേടി, ആരെല്ലാം നേടി, ആർക്ക് വേണ്ടിയൊക്കെയാണ്
നമ്മൾ ഈ ജീവിതം ഇങ്ങനെ ഈ പ്രവാസം 26 വർഷം ഇവിടെ എന്തിന് നിന്നു എന്നുള്ളൊരു അതൊക്കെ ഞാൻ എൻ്റെ അതിലെല്ലാ കാര്യങ്ങളും നല്ലതാണ്. ഞാൻ വെയിറ്റ് പറയാം. നമുക്ക് നല്ല നാട് തന്നെയാണ്. നമുക്ക് എല്ലാം കൊണ്ടും അപ്പോൾ വെയിറ്റ് നല്ല നമുക്ക് അതെ ഞാൻ പറ്റുള്ളൂ. അതെ നമുക്ക് നമ്മളെല്ലാം വെയിറ്റിനൊട്ടും ഒരു കുറ്റം പറയാൻ പറ്റില്ല. അല്ല അവിടെ നിന്നുകൊണ്ടല്ലാണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല ശരിയാവും. നിലയിൽ ജീവിക്കാനും വീട് വെക്കാനും പറമ്പെടുക്കാനും വീട് വെക്കാനും മക്കളെ പഠിപ്പിക്കാനും ആ, അല്ല എന്നിട്ട് നമ്മള് ഇപ്പൊ ഇത്രയും വർഷം ആയല്ലോ അപ്പൊ അതിന്റെ നമ്മള് എന്താ പറയാ എല്ലാവരും ചോദിക്കുന്നുണ്ട്. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എന്തിനാണത് നിർത്തിപ്പോകൂടെ. പൊക്കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ വ്യക്തമായ കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി പോലല്ലോ അത് അതിനെ കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നല്ലതും ചീത്തയും അതേപോലെ തന്നെ ഞാൻ എടുത്ത തീരുമാനങ്ങൾ തെറ്റായ തീരുമാനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതെല്ലാം ഞാൻ എൻ്റെ അടുത്ത എന്നെ ഞാൻ ഇടും എന്നുള്ള ഒരു ഇതുണ്ട്. അത് എപ്പോഴാണെന്നറിയില്ല. ഞാൻ ഇതൊക്കെ ഒന്ന് എഴുതി വെക്കണമല്ലോ, കംപ്ലീറ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് ഞാൻ എൻ്റെ ഈ സ്റ്റോറി ഞാനിടും. അപ്പം അതിലെല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ അതിൽ വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലാണ്ട് നമ്മളുടെ മറ്റു പേഴ്സണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഇടില്ല. അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അനുഭവമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു എല്ലാവരും എല്ലാ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള അതറിയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ലിജിയൻ ഇവിടെ വന്നപ്പോഴാണ് എന്താണ് ഒരു ഗൾഫിലെ ആള് ഇവിടുന്ന് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോ കാണുന്ന ഞാനല്ല ഇവിടെ നിൽക്കുന്ന ഞാൻ. ഇവിടുത്തെ ജോലി കാര്യങ്ങൾ ഇവിടുത്തെ നമുക്ക് അത്രയും എന്താ പറയാ പിരിമുറുക്കം ഒരുക്കുള്ളൂ ആളെ ജോലിയിലൊക്കെ. ഇവിടെ വരുമ്പോൾ അതിനെ കുറിച്ചൊക്കെ അറിയുള്ളൂ. ഫുഡ് കഴിക്കുന്നതിന് കറക്റ്റ് സമയത്ത് അല്ലെ കഴിക്കാൻ പറ്റില്ല. എനിക്ക് കഴിക്കാൻ പറ്റില്ല കറക്റ്റ് സമയത്ത്. ഉറക്കില്ല കറക്റ്റ് സമയത്ത് ഭക്ഷണം നാട്ടില് വലിയ ഫോർമാൻ മെക്കാനിക് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് വരെ ആളാണ് എന്റെ കല്യാണം കഴിഞ്ഞത്. അയാള് ഗൾഫിൽ വന്ന് ഡ്രൈവറായി. ഞാൻ പറഞ്ഞ ആ നാട്ടിൽ തന്നെ നിൽക്കണമെങ്കിൽ പൊടിയിട്ടുണ്ട് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ. അല്ല ഞാൻ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. വർക്ക്ഷോപ്പ് സ്വന്തമായിട്ട് ഇട്ടിരുന്നു. പിന്നെ ഞാൻ കൈൻറ്റ് കമ്പനിയിലത്തെ ഫോർമാനായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോ എന്നിട്ടും പിന്നെ അത് എത്ര വയസ്സുണ്ടെന്നൊക്കെ 24 വയസ്സിൽ കല്യാണം കഴിച്ചു ചേട്ടൻ. 19 വയസ്സ് ഞാനും 24 വയസ്സ് ചേട്ടനും. 20 വയസ്സിൽ ഞാൻ അമ്മയായി. 20 വയസ്സിൽ മൂത്ത അമ്മയായി. 25-ാമത്തെ വയസ്സിൽ ഞാൻ അച്ഛനായി. അതായിരുന്നു ചേട്ടാ. ഇപ്പോഴും നമ്മ അങ്ങനെ ഇരിക്കുന്നില്ലേ ചുറുചുറുക്കോടുകൂടി. ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയാണ്. അന്നെന്ന് പറഞ്ഞാൽ 19 വയസ്സ് 18 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്നവര് തന്നെയാണ് കുറേ എണ്ണം പെണ്ണുങ്ങൾ. ആണുങ്ങൾ കുറവായിരുന്നു. 24 വയസ്സ്. ചേട്ടനെന്താ നേരത്തെ കഴിച്ചത്? തെറ്റിപ്പോണ്ട മോൻ എന്ന് വിചാരിച്ചാലോ വഴി തെറ്റി പോവില്ലാന്നറിയാം. നല്ലതായിരുന്നു. നല്ല പേര് അല്ലേ നാട്ടിലുണ്ടായത് സുരേഷിന് അല്ലേ? ആരെ കൊണ്ടൊന്നും പറയിപ്പിച്ചിട്ടില്ല. അതാണ് എല്ലാവരും പറയും ഫാമിലി അങ്ങനെ തന്നെയാണ്. ഫാമിലി ഫുൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് പേര്, ഞങ്ങളുടെ ചാനലിന്റെ പേരെന്താണ്, ബ്ലോഗിന്റെ പേരെന്താണ്, ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിന്റെ പേര് SL ബ്ലോഗ് KDR എന്നാണ് കേട്ടോ. ചെറിയൊരു പേരാണ്. SL മാത്രമേ ഉള്ളൂ. SL ഞങ്ങളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരമാണത്. SL ബ്ലോഗ് KDR. SL എന്നുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ.
ചെറിയൊരു ഷോർട്ട് പേരാണ്. അപ്പം അത് അതിനകത്ത് എഴുതിക്കുന്ന കാണുമ്പോൾ ചില വ്യത്യാസം തോന്നുന്നുണ്ട് അവര്. അതാണത് ചോദിക്കുന്നുണ്ട് പലരും പേര് ചോദിക്കുന്നതാണ്. മാറ്റിക്കൂടിയ ചോദിക്കുന്നുണ്ട്. അതെ അതെ, പേര് മാറ്റി കൂടെ ചോദിക്കുന്നുണ്ട്. പേര് മാറ്റാനിപ്പോ പറ്റൂല ഇനി അത്. പേര് ഇപ്പൊ പറ്റൂല. പറ്റൂല, മാറ്റേണ്ട വന്നാൽ ചിലപ്പോൾ മാറ്റും. അത് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ തൽക്കാലം അത് തന്നെയാണ്. അതിന്റെ പേര് ഒന്നുകൂടി പറയാം, SL വ്ലോഗ് KDR. KDR എന്നുള്ളത് കൊടുങ്ങല്ലൂർ എന്നുള്ളതിന്റെ ആണ്. ഒരു എല്ല് വേണത്, എല്ലും ഊരി കളഞ്ഞാണ് അത് ഷോർട്ടാക്കിയതാണ്, KDR എന്നാക്കിയതാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ, കൊടുങ്ങല്ലൂർ കൊടുങ്ങൂർക്കാരാണ്, കൊടുങ്ങല്ലൂർക്കാരാണ്. നാട് കൊടുങ്ങല്ലൂരാണ്. KDR. പക്ഷെ എല്ലാവർക്കും എനിക്ക് കുളിച്ചപ്പോ വന്ന് വിഷയം കേട്ടോ, നമുക്ക് 100 രൂപ, പണ്ടൊക്കെ 10 രൂപയാണ്, ഇപ്പൊ 100ആണ് വരുമ്പോ. അച്ഛനമ്മ മക്കൾക്ക്, അനിയത്തിമാരെ മക്കൾക്ക്, അച്ചൂന്, കുഞ്ഞന്, കിച്ചൂന്, ചേട്ടന്, അച്ഛന്, അമ്മയ്ക്ക്, അനിയത്തിക്ക്, അനിയത്തിയുടെ മക്കൾക്ക് എല്ലാരും ഉണ്ടായല്ലോ അവിടെ. അതൊക്കെ ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി എങ്ങനെയാണെന്ന്, പ്രവാസികൾ എങ്ങനെയാണ്. ഇപ്പൊ ഞാനിതൊക്കെ അന്ന് ഞാനിപ്പോ വിഷുവിന് ഒരുപാട് വർഷത്താണ്, കഴിഞ്ഞ 2 പ്രാവശ്യം അടുപ്പിച്ച് വന്നു വിഷുവിന് അല്ലേ. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ ഇല്ല, വിഷുവിന് 2 പ്രാവശ്യം 3 പ്രാവശ്യം ആയിട്ടുള്ളൂ ഇത്ര വർഷത്തിനിടയിൽ. പിന്നെ ഓണത്തിന് ഉണ്ടാവാറ്, ഓണത്തിന് ഉണ്ടാവും. ചിലപ്പോൾ തോന്നും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടാവണം, അപ്പൊ വെഡിങ് ആനിവേഴ്സറിക്ക് വരും ഞാൻ, അല്ലേ. 25-ാമത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വെച്ചപ്പോ കൊറോണ എത്തിട്ടു. അന്ന് 2 വർഷം കഴിഞ്ഞിട്ട് നാട്ടിലെത്തിയത്. ഇവിടെ ഏത് എയർപോർട്ട് തുറന്നാലും കുവൈറ്റ് എയർപോർട്ട് തുറക്കൂല. അതിപ്പോഴും യുദ്ധമായിട്ട് ഞാൻ നോക്കിയിട്ട് എല്ലാ എയർപോർട്ടും തുറന്നു, ഇവര് മാത്രം തുറക്കൂല. അത് വേറെ കാര്യം, കൊറോണയ്ക്ക് അങ്ങനെ തന്നെ. അല്ല, അത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി സിസ്റ്റമാണത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വളരെ ഡീസന്റ് ആയിട്ട്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ അന്ന് കണ്ടില്ല എയർപോർട്ടിൽ തന്നെ അന്ന് ഈ ഡ്രോൺ ആക്രമണമൊക്കെ ഉണ്ടായ സമയത്ത് ആൾക്കാരുണ്ടായിരുന്നു. എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലും അതൊക്കെ ഇവിടുത്തെ ഗവൺമെന്റ് അപ്പൊ തന്നെ സ്റ്റോപ്പാക്കി. വേണ്ട, അത് തന്നെ സുരക്ഷ, സേഫ്റ്റി ഫസ്റ്റ്. അതാണ് ഇവിടുത്തെ ഗവൺമെന്റ് അങ്ങനത്തെ ഒരു ഇത് ചെയ്യും. നല്ല ഫസ്റ്റ് സേഫ്റ്റി എന്ന രീതിയിലാണ് അവര്. അത് നല്ല കാര്യമാണ്. അല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ യുദ്ധമായിട്ട് എല്ലാവരും തുറന്നു, കുവൈറ്റില് മാത്രം നോക്കാത്തുള്ളൂ. ഇവിടെ നിന്ന് പോണെങ്കിൽ സൗദിയിലേക്ക് പോകണം. അതിൻ്റെതായ കാര്യങ്ങളുണ്ടേ. ആ എയർപോർട്ടിൽ കുറെ ഡ്രോൺ ആക്രമണം ഉണ്ടായി, കുറെ കാര്യങ്ങളുണ്ടല്ല, ചുമ്മാ അവര് അടച്ചിടില്ല, അവർക്ക് അടച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. എന്തായാലും പെട്ടെന്നെല്ലാം ഫ്ലൈറ്റൊക്കെ കൂടി ഞങ്ങള് ഉടനെ തന്നെ നാട്ടിലേക്ക് വരാൻ. എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോക്കുണ്ടാവുള്ളൂ. വെക്കി കൂടി ചേട്ടൻ വരണം. വിസ അടിച്ചാലല്ലേ വരാൻ പറ്റുള്ളൂ. വിസ അടിച്ചാൽ വരാൻ പറ്റുള്ളൂ. വിസയുടെ പ്രശ്നമായിട്ട് നിൽക്കണം. വിസ അടിച്ചാൽ അപ്പൊ വരും. ഞാൻ പറഞ്ഞെങ്കിൽ ഓണത്തിന് വന്നാൽ മതി. ഓണത്തിനല്ല, കിച്ചു ചിലപ്പോൾ ഓണത്തിന് മുമ്പ് വരും, ചിലപ്പോൾ ആഗസ്റ്റിൽ വരും, ചിലപ്പോൾ ജൂലൈയിൽ വരും. കിച്ചു ഇപ്പൊ ചോദിക്കണം അമ്മ എന്ന് വരുന്നത്, അമ്മ എന്ന് വരുന്നെന്ന്. കിച്ചുവിന് എന്താണ് അവിടെ കമ്പനി പറഞ്ഞേ ലീവ് ഉണ്ട് പൊക്കോന്ന്. അവന് പിന്നെ വിസ് ഉണ്ട്, 2 വർഷത്തേക്ക് അടിച്ചാലും വിസ് ഉണ്ട്. ഇപ്പൊ 1 വർഷമായിട്ടുള്ളൂ. അപ്പൊ കമ്പനി അവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ് ദുബായിലും. അപ്പൊ അവര് ചോദിച്ച് നിനക്ക് പോണെങ്കിൽ പോവാന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞ അച്ഛനും അമ്മയും കുവൈറ്റിലാണ്, അവർക്ക് വരാൻ വീട്ടിലല്ലാതെ അപ്പൊ അവര് നിർത്തിയേക്കണേണ്. അപ്പൊ അവനും എപ്പോ വേണമെങ്കിലും വരാം. ഇപ്പൊ വന്നിട്ട് 1 മാസോ 2 മാസം നിന്നിട്ട് അവനും പോവാം. എല്ലാവരും കൂടി അപ്പൊ ഇനി അടുത്ത് ഞാനപ്പോ ചേട്ടനോട് കിച്ചു വരുമ്പോ ചേട്ടനും പോയോ, അപ്പൊ കിച്ചുവിനെയും കാണാം. അവനും ചോദിച്ചോണ്ടിരിക്കണം അമ്മന്ന് വരുന്നത്, അമ്മന്ന്. ഞങ്ങൾ കൊല്ലം പോലെ തുറക്കട്ടില്ല. കിച്ചു വരുമ്പോ എനിക്ക് പറയാൻ അതാണ് ലീവെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എനിക്ക് മുമ്പ് പോകാൻ നിൽക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എല്ലാവരും പെൻഡിങ്ങിലേക്കാണ്. അപ്പൊ ഓരോരുത്തർ 1 by 1 ആയിട്ടാണ് വെക്കേഷൻ. എല്ലാവരും ഒന്നിച്ചെല്ലാവരും വെക്കേഷന് പോകില്ല. എത്ര ആൾക്കാർ നാട്ടിൽ പോകാൻ നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ ആദ്യം വിടുള്ളൂ. പോയി അവിടെ നാട്ടിൽ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് തിരിച്ചു വരണം. വിസിലേക്ക് അടിക്കുകയാണെങ്കിൽ എനിക്ക് വിസയും കൊണ്ട് വരണം, അല്ലേ? വിസയും കൊണ്ട് വന്നാലേ എനിക്ക് നമുക്ക് തിരിച്ചു പോരാൻ പറ്റുള്ളൂ. ഞാനിപ്പോ അതിന്ന് പോയാലും കിച്ചു വരികയാണെങ്കിൽ ഞാൻ നിൽക്കുള്ളൂ. അല്ലാണ്ട് ഞാനിങ്ങോട്ട് തന്നെ പോരും, കുറച്ച് ദിവസം നിന്നിട്ട് വിസ കിട്ടുകയാണെങ്കിൽ കേട്ടാ. ഉറപ്പൊന്നുമില്ല എന്റെ കയ്യിൽ, ഇവിടെ യുദ്ധം കാരണം.
ഇല്ലെങ്കിൽ ചേട്ടൻ ക്യാൻസൽ ചെയ്ത് പോരും. ഉണ്ട്. ഞാനിതിന് മദ്യം അത്രേ ഉണ്ടാവുള്ളൂ. ഇനി എന്തായാലും മദ്യം നാളെന്തായാലും കുവൈറ്റിൽ ഞങ്ങൾ നിൽക്കൂല. നിങ്ങളെ പോലൊക്കെ തന്നെ ഞാൻ നാട്ടിൽ നാട്ടിലൊന്ന് കൂടണം. കുറെ പിന്നെ എന്റെ ഹീറോനെ ഒന്ന് കാണണം. ഹീറോന്റെ കാര്യം മാത്രം പറഞ്ഞില്ല, ഹീറോനെയും കാണണം. ഇപ്പൊ വിഷു ആവുമ്പോളേ ഞാൻ എടുത്തോണ്ട് നടക്കും. അങ്ങനെ എന്താന്നറിയാ ചേട്ടന് ആ പടക്കം പൊട്ടിക്കാൻ കിടന്ന് പേടിക്കുവാൻ ഭയങ്കര പേടിയാണ്. പടക്കം പൊട്ടിക്കണൊക്കെ കമ്പിത്തിരി കത്തിക്കുന്നതൊക്കെ പൂത്തിരി കത്തിക്കുമ്പോൾ പ്രകാശക്കാൻ ഭയങ്കര പേടി. കട്ടിലോട്ടി പോയിട്ട് നമ്മ സ്പീക്കർ വെച്ച് പാട്ട് വെച്ച് കൊടുക്കും. എന്തിനാണെന്ന് ഈ പടക്കം പൊട്ടിക്കണ കേക്കാണ്ടിരിക്കണതിന്. ഒന്നോല്ലേ ഇടുത്തുണ്ട് നടക്കണതിന്. വിഷു ആയാലും അതിന്റെ പാടും ഞാൻ പണ്ടോടെ വിഷു ഇതിക്കായിരുന്നു. രാത്രി നമ്മ ചത്തു തോന്നിക്കല്ലേ അതിന്റെ കിടപ്പ് കയറുമ്പോ. അങ്ങനെയാണ് അതിന്റെ ഇത്. അങ്ങനെ ഇത് കൊറേ ആയി ഇത് പറഞ്ഞു. അപ്പോ വീണ്ടും എല്ലാവർക്കും വിശ്വാസംസകൾ നല്ലൊരു വിഷു വീണ്ടും ആശംസിക്കുകയാണ്. എല്ലാവർക്കും ബൈ.